മഹേഷ് പണിക്കലിലേക്ക് പോകുന്നു. മഹേഷ് പണിക്ക, നോക്കൂ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മണിയാണ്, മണി. അപ്പോൾ മണിയെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ താങ്കൾക്കറിയാമോ? കാരണം താങ്കൾ ഇതുവരെ ഈ നമ്മുടെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞതെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. താങ്കൾ ഒരു ഇൻറ്റേർണൽ എൻക്വയറി നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മണിയെ എന്തെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തെ അറിയാമോ? ഇദ്ദേഹത്തിനും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ടോ? അതോ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റുന്ന അന്താരാഷ്ട്ര മാഫിയുണ്ടല്ലോ, ആ മാഫിയയുടെ ഒരു ചരടാണോ, കണ്ണിയാണോ, എന്താണ് ഇദ്ദേഹം? ഇന്ന് നമ്മൾ വളരെ അത്ഭുതത്തോടാണ് അദ്ദേഹത്തിന്റെ ചിത്രം കാണുന്നത്. പക്ഷെ എനിക്ക് നമ്മളാ സോണിയാഗാന്ധി ഒക്കെ കാണാൻ പോയ കൂട്ടത്തിലുള്ള വന്നിരിക്കുന്ന ചിത്രത്തിലൊക്കെ ഇയാൾ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത്രയ്ക്ക് ഭീകരനാണ് ഇയാള്. അതായത് 2009 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന് അയാളുടെ ആ ഒരു കൊള്ള പരിപാടി അയാളെ കൊണ്ടുവന്നിരിക്കുന്ന തന്നെ ഈ ടീമാണ്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇങ്ങനത്തെ ഈ കൊള്ള സങ്കേതം ടീം, ഇവരുടെ ഒരു ഈ സുഭാഷ് കപൂർ എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ സംഭവം തന്നെ ക്ഷേത്രങ്ങളില് ഈ തന്ത്രിമാരിലേക്കോ അല്ലെങ്കിൽ പൂജാരിമാരിലേക്കോ അവരെ സ്വാധീനിക്കുക, അവരിൽ ഒരു ടീം ഫോം ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ഒറിജിനൽ സാധനം മാറ്റുക, ഡ്യൂപ്ലിക്കേറ്റ് ആ ക്ഷേത്രത്തിൽ കയറ്റുക, ഈ കുറ്റം വെളി വരാതിരിക്കുക. ഇതാണ് സുഭാഷ് കപൂറിന്റെ മോഡൽ. ഇതേ മോഡൽ തന്നെ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ 2007 മുതൽ അവർ പ്ലാൻ ചെയ്ത് കയറിയതാണ്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് തന്നെ. അപ്പം അയാള് അങ്ങനെ എത്തിയിട്ട് അന്ന് 2009 നമ്മുടെ കലശക്കുടം, അതായത് വിജയ് മല്യ ചെയ്തിരിക്കുന്നതിന്റെ ആദ്യത്തെ ക്രൈം ഈ 2019 നടന്നത്. 2009 തന്നെ 5 കലശക്കുടങ്ങൾ, 1200 ഗ്രാമോളം സ്വർണ്ണമുള്ള 5 കലശക്കുടങ്ങൾ അയാൾ പുതുക്കി പണിതു. അത് മാറ്റി പഴയ ഇയാളുടെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഇപ്പൊ ചെയ്യുന്ന പരിപാടി ചെയ്തു. മാളികപ്പുറത്തിന്റെ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ, മാളികപ്പുറം ചെയ്തു, ഗണതമ്പലത്തിനൊക്കെ റൂഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പഴയ താഴെക്കുടങ്ങളും കൊണ്ടുപോയി. ഈ പറഞ്ഞ മണിയെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ഇയാൾ ഇറിഡിയം കച്ചവടമായിട്ട് ബന്ധപ്പെട്ട 3-4 കേസുണ്ട് അയാളുടെ പേരിൽ. ഈ ഇറിഡിയം സംഭവം തന്നെയാണ് നമ്മുടെ വാജിവാഹനവും ഈ പറഞ്ഞ അഷ്ടദിക്പാലകരും ഒക്കെ ഇറിഡിയമായിട്ട് ബന്ധപ്പെട്ടാണ്. അയാളുടെ പേരിൽ 2 കേസുണ്ടെന്നാണ് ഇന്ന് ചാനലുകളിൽ കണ്ടത്. അപ്പം ഇറിഡിയം കേസുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ ശബരിമലയിൽ പോയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു കാറ്റഗറി വരുന്ന സാധനങ്ങളാണ്. കൊടിമരമാണേലും ശരി, പഴയ കൊടിമരം. കാര്യം ശബരിമലയുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഈ ചെമ്പില് സ്വർണം പൂശി ഇത്ര വർഷം അവിടെ ഇരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടൈപ്പ് മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്, അത് എയറോസ്പേസ് ഇതിനകത്തും മറ്റേ ഉപഗ്രഹങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമെന്നാ പറയുന്ന ഈ ടൈപ്പ് മെറ്റീരിയൽസ്, ഈ മെറ്റൽ, ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫോം ആകുന്നതാണ്. പഴയ കാലത്തുള്ള സാധനത്തിനകത്ത് ഇത്ര പ്യൂറായിട്ട് ഈ മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത കാലത്ത് റോ ആയിട്ട് എടുക്കുന്ന മെറ്റലുകളിലൊക്കെ ഇതുണ്ട്. അപ്പൊ അത്ര ക്ലിയർ അല്ലോ. അപ്പൊ ആ പഴയ ഇതിനകത്തുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ വേർതിരിച്ച് ഇവര് അങ്ങനത്തെ യൂസ് ചെയ്യുന്ന, അതിന് കോടാനുകോടിയാണ് അതിന്റെ ഫണ്ടിങ്. അപ്പം അങ്ങനെയാണ് അതിന്റെ രീതി. ഇതിനകത്ത് നമ്മുടെ സാധനങ്ങൾ, ഈ വിഗ്രഹങ്ങൾ പോയി എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞതിനകത്ത് തന്നെ വിഗ്രഹങ്ങൾ 4 വിഗ്രഹങ്ങൾ എന്നാ പറയുന്നത്. ഈ 4 വിഗ്രഹങ്ങളായിട്ട് ഈ വാജിവാഹനം ഉണ്ട്, വാജിവാഹനം വരാൻ സാധ്യതയുണ്ട്, അതുപോലെ അഷ്ടദിക്ക് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ നമ്മുടെ അയ്യപ്പന്റെ അവിടെ ഒരു ശീവേലി ബിംബം ഉണ്ട്, നമ്മൾ ആറാട്ടിന് കൊണ്ടുവന്നൊരു ശീവേലി ബിംബം ഉണ്ട്. ഇതൊക്കെ മാറ്റിയില്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട തന്ത്രിക്കോ അല്ലെങ്കിൽ പൂജാരിക്കോ അല്ലെങ്കിൽ പോറ്റിയെ പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിക്കോ നമ്മൾ ആലോചിക്കണം. 10 ജന്മത പോലെ ഒരു വലിയ ഇതിനകത്ത് ഈ പോറ്റിയെ എന്തിന് ഇയാൾ തന്ത്രിയാണ്. ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ അവിടെ കൊണ്ട് താഴ്ത്ത് കെട്ടുകയാണ്. നമ്മൾ അയ്യപ്പ പൂജയായിട്ട് ബന്ധപ്പെട്ട കാപ്പ് കെട്ടെന്നൊക്കെ പറയുന്ന ഒരു മഞ്ഞളും ഒരു ഇതൂടെ വെച്ചിട്ട് ഒരു സാധനം കെട്ടുവാണ്. അത് പൂജ നടത്താനായിരിക്കാം. പക്ഷെ പൂജ നടത്താനാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ പ്രധാനപ്പെട്ട ഒറിജിനൽ തന്ത്രിമാരെ അല്ലേ കൊണ്ടുപോകും. നമ്മുടെ രാജീവര് തന്ത്രിയുണ്ട്, അല്ലെങ്കിൽ മഹേഷ് തന്ത്രിയുണ്ട്, ഇവരെയല്ലേ കൊണ്ടുപോകും. ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തിന് തന്ത്രിയായിട്ട് ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഒരു പൂജ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ. പക്ഷെ അതിനകത്ത് പോലും ഈ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ അത് 2014 ഒക്കെ നടന്നത്. 2009 ഈ പറഞ്ഞ മാളികപ്പുറത്തിന്റെയും താഴെക്കുടത്തിന്റെയും ഒക്കെ ഇത് നടന്നിരിക്കുന്നത്. അപ്പം ഈ സമയങ്ങളിലൊക്കെ ആദ്യമേ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള കൊടിമരം, നമ്മുടെ 18-ാം പടി 2015 പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കൊടിമരത്തിനോടൊപ്പം തന്നെ മണികൾ, അതും ഇതുപോലെ അമൂല്യമാണ്. മണികള്, കമ്പവിളക്ക്, യോഗടുണ്ട്. അപ്പം ഈ വക സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ആന്റിക് മാർക്കറ്റില് ഭയങ്കര വാല്യൂ ഉള്ള സംഭവമാണ്. ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഒരു ശബരിമല മാത്രമല്ല, ഇതൊരു നിമിത്തമാണ്. അയ്യപ്പന് ഇത് ഒരു ചന്ദ്രഗ്രഹണത്തിന്മാർ ഇളക്കി അങ്ങനെ ഒരു നിമിത്തമായിട്ട് ഓരോന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലെ വളരെ പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളിലെ, കാര്യം ഈ തന്ത്രിക്കൊക്കെ അവകാശം ഉണ്ടെന്നാ പറയുന്നത്. അതൊരു ഇതാണ്, ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം. ഒരു 16-ാം നൂറ്റാണ്ടിലേക്ക് ഒരു ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ആ നിയമങ്ങളൊക്കെ അവർ പാലിക്കുന്നെങ്കിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഇവരുടെ ബ്രാഹ്മണ ശൗചാലയങ്ങളുണ്ട്. അത് പറ്റുന്നതാണോ? അപ്പം ഈ നിയമങ്ങളൊന്നും ഇവർക്ക് ഇത് ചില നിയമങ്ങൾ മാത്രമേ ഇവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ മൊത്തത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്ന അതിന്റെ ഒരു ബേസിനെ നശിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്ത്, ഇതിനൊക്കെ വിദേശ ശക്തികളൊക്കെ കാണുമായിരിക്കും ഇതിന്റെ പിന്നിലൊക്കെ. കാര്യം ഇവരെയൊക്കെ തന്നെ പിടിച്ചിട്ട് ഇവരെ കൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർക്ക് വലിയ നമ്മൾ ഉദ്ദേശിക്കാത്ത 500 കോടി 1000 കോടി എന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നത്. ഈ 1000 കോടി ഓട്ടോ ഡ്രൈവറാണെന്നും പറയുന്നത് ഈ മണി ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ഈ പറഞ്ഞ 500 കോടി കൊടുക്കത്തക്ക രീതിയിലോട്ടൊക്കെ 5-6 വർഷം കൊണ്ടൊക്കെ വന്നിരിക്കുന്ന വ്യക്തിയാന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഇത്തരം ഒരു ബന്ധം ഇതിനകത്ത് ഇത്രമാത്രം അമൂല്യം അല്ല, ഇത്രമാത്രം പൈസയുടെ ഒരു
വലിപ്പം. ഇത് വലിയ നമ്മൾ എന്താ പറയുക IPL ഒക്കെ നടക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് 100 കോടിക്ക് ഒരാളെ പിടിച്ചു അല്ലെ 500 കോടിക്ക്. അപ്പം അതിനേക്കാട്ടിലൊക്കെ വലിയ വ്യവസായ സാധ്യതയുള്ള അതിനേക്കാട്ടിലൊക്കെ വലിയ ഇതുള്ള ടൈപ്പിലുള്ള ഒരു കൊള്ള കൃത്യമാണ് ഈ ശബരിമല നടന്നത്. ഇത് ബാക്കി ക്ഷേത്രങ്ങളും നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലത്തെ സമാനമായ കാര്യങ്ങളൊക്കെ നടന്നു കാണും. കാര്യം ഇതൊരു അന്വേഷണം. ഇതിനകത്ത് എന്താണ് വില നമുക്കറിയത്തില്ല. ഇത് നമ്മുടെ സാധാരണ അമ്പലത്തിൽ പോയി ഡെയിലി കാണുമ്പോൾ ഇത്രയുള്ള ഒരു സാധനം സാധാരണപ്പെട്ടാൻ അറിയത്തില്ല ഇതിന് ഇത്ര വാല്യൂ ഉണ്ടെന്നുള്ള. അപ്പൊ ഇതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സിസ്റ്റവും ഇതിനുള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു വിഗ്രഹാരാധനയിൽ എന്തൊക്കെയാണ് മൂല്യമുള്ളത്, എന്താണ് ഇതിന്റെ മൂല്യം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഇതായിട്ട് അയ്യപ്പൻ ഇത് കൊണ്ടുവന്നതായിട്ട് അയ്യപ്പൻ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയകൃഷ്ണ സാറ് ഒരു ആക്സിഡന്റിലായിട്ട് കണ്ടിരുന്നാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിനകത്ത് പീഠം കാണുന്നില്ലെന്ന് പറഞ്ഞ് ഈ സാധനം കൊണ്ടുവന്നത്. രണ്ടാമത് അതിന്റെ പുറത്ത് അന്വേഷണം പോയപ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് പൊക്കുന്നത്. അപ്പം ഇതിന്റെ ഓരോ തുടർച്ചയായിട്ട് ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്യുന്നു, ഓരോരുത്തരായിട്ട് കയറുന്നു. ആദ്യം ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് നിറഞ്ഞു നിന്നവരാണ് ഈ പത്മകുമാറും വാസും ഒക്കെ. പക്ഷെ അവരൊക്കെ തന്നെ പിന്നെ ജയിലിനകത്തേക്ക് പോകുന്ന രീതി വരുന്നു, പിന്നെ മേളിലോട്ട് പോകാൻ പോകുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അയ്യപ്പനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ 41 ദിവസത്തെ മണ്ഡല പൂജ കഴിഞ്ഞിട്ട് അടുത്ത അയ്യപ്പന്റെ ഫുൾ പവറിലാണ്. ആ ഒരു പവറിൽ ഈ മണി ഇന്ന് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അയ്യപ്പൻ തന്നെ അയാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അയാളിൽ നിന്ന് നല്ല ലീഡ് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അതിനകത്ത് രാഷ്ട്രീയ കാര്യമല്ല ഞാൻ പറയുന്നത്. കാര്യം ഇയാള് ഈ പറഞ്ഞ ഇപ്പൊ ആദ്യം ഇയാൾ അറിയത്തില്ല എന്ന് പറഞ്ഞു, കരിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞായിട്ട് ഇത് കേട്ടത്. പക്ഷെ പിന്നെ SIT പറയുന്നത് ഇയാൾ തന്നെയാണ് ഡി മണി എന്ന് പറയുന്നു. അപ്പം ഉറപ്പായിട്ടും അതിനകത്തൊരു ലീഡ് ഉണ്ടാവും. പ്രത്യേകിച്ച് അതിനകത്ത് ഞാൻ പറയാനുള്ള പ്രത്യേക കാര്യം ഇതിപ്പം മണ്ഡല പൂജയുടെ ആ ഒരു അയ്യപ്പന്റെ ആ ഫുൾ ചൈതന്യം നിൽക്കുന്ന സമയത്താണ്. അപ്പൊ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു ലീഡായിട്ട് തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. യെസ് എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ നടക്കട്ടെ.